ഡിയർ സ്റ്റുഡൻസ്, പുതിയതായിട്ട് ബാർകോഡ് സിസ്റ്റത്തിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ ശ്രദ്ധയിലേക്കാണത്. നിങ്ങൾ ഇത്രയും കാലം എഴുതിയിട്ടുള്ള ആൻസർ സ്ക്രിപ്റ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. പുതിയ തരം ആൻസർ സ്ക്രിപ്റ്റാണ് ഇത്. ഒരു ബുക്ക്ലെറ്റ് രൂപത്തിലാണ് ഉണ്ടാവുക. ഇതിൽ 32 ഷീറ്റ്സാണ്, പേജസാണ് ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് എന്തില്ല, അഡീഷണൽ ഷീറ്റും മെയിൻ ഷീറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇതൊരു എൻറ്റയർ ബുക്ക്ലെറ്റാണ്. കുട്ടികൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഈ ഷീറ്റിൽ കാണാവുന്നതാണ്. നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ എവിടെയും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതാനുള്ള സ്പേസ് ഇല്ല. നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ പേര്, സബ്ജക്റ്റ് ഏതാണ്, അന്നത്തെ ഡേറ്റ്, ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ എക്സാം, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ്. എപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ഈ കോഡാണ്. ഇറ്റ് ഇസ് നോട്ട് ദിസ് വൺ. അപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കൃത്യമായിട്ട് എഴുതുക. ഇത് കൂടാതെ ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് ഒരു ബാർകോഡ് ബുക്ക് എന്നാണ് ഇതിന് പറയുക. ഇതിൽ നിങ്ങളുടെ ഓർഡറിലാണ് ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൽ കൃത്യമായിട്ട് തന്നെയാണോ എഴുതിയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നിങ്ങൾ കൃത്യമായിട്ടാണോ എഴുതിയിട്ടുള്ളത് നോക്കുക. ഇനി ഇതിൽ നിങ്ങളുടെ ഇവിടുത്തെ കറസ്പോണ്ടിങ് നമ്പർ RNBB 1 എന്നാണെങ്കിൽ ഈ ബുക്കിൽ നിന്നും ടീച്ചർ നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുള്ള സ്റ്റിക്കർ, ഇങ്ങനെ പല സ്റ്റിക്കേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഇതിൽ നോക്കിയാൽ കാണാം RNBB 1-ന് 3 സ്റ്റിക്കർ ഉണ്ട്. ഇതിൽ കറക്റ്റ് ഈ RNBB 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സ്റ്റിക്കറാണ് ഇവിടെ നിങ്ങളുടെ പേരിന് നേർക്ക് പതിപ്പിച്ചിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്താം. ബാക്കിയുള്ള 2 സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് പേജിൽ ഈ ബോക്സിലായിട്ട് ഒട്ടിക്കാനുള്ളതും പിന്നെ 3-ാമത്തെ ഷീറ്റിൽ ഇവിടെയായിട്ട് ഒട്ടിക്കാനുള്ളതുമാണ്. അപ്പം ഇത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതെടുത്ത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലും ചുളിവുകൾ വരാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. ഓൾസോ അതിൻ്റെ മുകളിൽ പേന വെച്ചിട്ട് കോറാണ്ടോ എഴുതാണ്ടോ ശ്രദ്ധിക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ബാർകോഡ് അത് റീഡ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പം സ്റ്റുഡൻസ് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതിയതിൻ്റെ അടുത്തുള്ള സ്റ്റിക്കർ, ആ RNBB എന്താണോ നമ്പർ ഉള്ളത് അതേ കറക്റ്റ് സ്റ്റിക്കർ തന്നെയാണ് 2 ഭാഗത്തും ഒട്ടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. നിങ്ങൾ ആൻസർ പേപ്പറിലും അതേപോലെ തന്നെ ഈ ബുക്കിലും. ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് കാണാം. ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ദിസ് ഈസ് നോട്ട് സപ്പോസ് ടു ബി യൂസ്ഡ് ബൈ യു. സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് തന്നിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം. അത് മാറിക്കഴിഞ്ഞാൽ വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് താഴെ തന്നെ കുറച്ച് നേരത്തെ തന്നെ അത് ഡിസ്പ്ലേഡ് ആയിരിക്കും. അപ്പം അതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് ഹോൾ നമ്പറും സീറ്റിംഗ് നമ്പറും നോക്കിയിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക.